ഈ ഫോട്ടോയിൽ കാണുന്നതാണ് 20 വയസ്സുള്ള ജോജോ. ഈ പന്ന മറ്റേ മോൻ 6 വയസ്സുള്ളൊരു കുട്ടിയെ തൃശ്ശൂർ മാളയിൽ നിന്ന് ജാമ്പയ്ക്ക തരാമെന്ന് പറഞ്ഞ് ജാതിക്കത്തോട്ടത്തിനടുത്തുള്ള കുളത്തിൽ കൊണ്ടുപോയി വേറെ പരിപാടികൾക്ക് വേണ്ടി ആ കുട്ടിയെ നിർബന്ധിപ്പിച്ച് ആ കുട്ടി അതിനെതിർത്ത സമയത്ത് ആ കുട്ടിയെ കുളത്തിലേക്ക് തള്ളിയിട്ട് വീണ്ടും കയറി വരാൻ ശ്രമിച്ച കുട്ടിയെ വീണ്ടും തള്ളിയിട്ടിട്ട് മൃഗീയമായി കൊന്നു കളഞ്ഞ ഒരുത്തനാണ് ഈ കാണുന്നത്. ഇവൻ ആ നാട്ടിൽ ബൈക്ക് മോഷണവും ബാക്കി കുറേ ഉടായ്പ പരിപാടികളൊക്കെ ആയിട്ട് ഒരു ക്രിമിനൽ മൈൻഡുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരുത്തനാണെന്നുള്ളത് നാട്ടുകാർക്കും അറിയാം, പോലീസിനും അറിയാം, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വ്യാഴാഴ്ച 6:30 കൂടിയിട്ടാണ് ആബേൽ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയെ കാണാതാവുന്നത്. ഇവൻ്റെ കൂടെ ആ കുട്ടി ഓടിപ്പോകുന്നതായിട്ട് കണ്ട വേറൊരു കുട്ടി, ആ കുട്ടിയുടെ അമ്മയും ഇവനെ ജാതിക്ക തോട്ടത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ജാതിക്ക മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇവൻ ജാതിക്ക കഴിക്കുന്നത് കണ്ട സമയത്ത് ഇവനോട് കുട്ടിയെ കണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഇവൻ ഇല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം നാട്ടുകാരുടെ കൂടെ ഇവൻ ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിലിൽ കൂടി പല പല സാഹചര്യത്തിൽ നാട്ടുകാരെ വഴി തിരിച്ചു വിടാനുള്ള ശ്രമവും നടത്തി. അതിൽ സംശയം തോന്നിയ നാട്ടുകാർ ഇവനെ ഒന്ന് മോണിറ്റർ ചെയ്യണം എന്ന് പറഞ്ഞ് മോണിറ്റർ ചെയ്ത സമയത്താണ് അടുത്തുള്ള ഒരു വീട്ടിലെ CCTV വിഷ്വലിൽ ഈ കുട്ടി ഇവൻ്റെ കൂടെ പിന്നാലെ ഓടിപ്പോകുന്നൊരു CCTV വിഷ്വൽ കാണാനിടയായതും പോലീസിനെ അറിയിച്ചതും അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇവൻ കുട്ടിക്ക് ജാമ്യം കൊടുക്കാമെന്ന് പറഞ്ഞ് അടുത്തുള്ള കുളത്തിൽ കൊണ്ടുപോയി ചൂണ്ടിട്ട് മീൻ പിടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയതാന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തറിയുന്നത്. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു കാര്യം, ഒരു കുട്ടിയെ കൊന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഉപദ്രവിച്ചത്, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ എപ്പോഴും ഒരു ഇമോഷൻ ഉണ്ടല്ലേ നമുക്ക്. ഓക്കെ, ഇവിടുത്തെ നിയമത്തിൽ വിശ്വാസമുണ്ട്, നിയമത്തിൽ വിശ്വസിക്കണം. ഇപ്പോൾ എപ്പോഴും പറഞ്ഞ് പഴകിയൊരു സാധനമുണ്ട്, നിയമത്തിൽ വിശ്വസിക്കൂ, നിയമത്തിന് വിട്ടുകൊടുക്കൂ, അവനെയോ അവളെയോ നിയമത്തിന് വിട്ടുകൊടുക്കൂ. ഇതാണ് സ്ഥിരമായി കേൾക്കുന്ന പല്ലവി. ഇതിലൊക്കെ എങ്ങനെ നിയമത്തിന് വിട്ടുകൊടുക്കുന്നു? 6 വയസ്സുള്ള ഈ ലോകം എന്താണെന്ന് അറിഞ്ഞ് മാത്രം അങ്ങനെ തുടങ്ങി വരുന്നുള്ളൊരു കുട്ടി, ആ കുട്ടിയെ ഇവൻ്റെ ബാക്കി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപദ്രവിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് എത്ര ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞേ. അങ്ങനെ ഒരുത്തനെ നിയമത്തിന് വിട്ടുകൊടുക്കും എന്നുള്ള ക്ലീശേ വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം മനസ്സിനകത്ത് വരുന്ന, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ദേഷ്യമാണ്. അപ്പോൾ ഈ ന്യൂസ് കൂടുതലാക്കി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പ്ലേ ചെയ്യുന്നില്ല, ബിക്കോസ് ഇനി അതൊരു എന്താ പറയുക മാസീവ് സങ്കടത്തിലേക്ക് പോകുന്നേ ഉള്ളൂ. ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത് ഇവരുടെ പഞ്ചായത്ത് മെമ്പർ കുറച്ച് കാര്യങ്ങൾ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാദ്യം നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ഈ ജോജോൻ്റെ കസിൻ അവിടെ ഈ കുട്ടിയുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ട്. ഇവരുടെ ഇപ്പം നമ്മൾ ഈ പറയുന്ന ഏബലിൻ്റെ തറവാട് ഇവൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു, ജോജോൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഇതിനകത്തുണ്ട്. പിന്നെ അത് മാത്രമല്ല, നേരത്തെ അവരൊക്കെ പറഞ്ഞ മാതിരി നമ്മൾ ഇവനൊക്കെ 6 മാസം ശിക്ഷ കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഇവനൊരു മോണിറ്ററിങ് ചെയ്യാനുള്ള ഒരു സംവിധാനം ആ പറഞ്ഞ മാതിരി നിലവിലില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മൾക്കൊരു കോൾ വന്നതുകൊണ്ട് പോലീസ് നമ്മളോട് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ജോജോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ എനിക്കറിയാം, അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് പേർക്കറിയാം, അല്ലാതെ അധികം പേർക്കറിയില്ല ഇവൻ എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ആ കുട്ടി ഇവർ വ്യക്തമായിട്ട് അവർക്ക് അറിയാമായിരുന്നു. ഇവൻ്റെ കൂടെ അങ്ങനെ പോകുന്ന കണ്ടപ്പോൾ തന്നെ അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞിരുന്നു ജോജോൻ്റെ കൂടെയാണ് പോയത്. 20 മിനിറ്റ് വ്യത്യാസത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഈ തെരച്ചിൽ ആരംഭിക്കുമ്പോൾ തന്നെ ഈ കുട്ടിയെ കാണാണ്ടായി എന്ന് പറഞ്ഞ സമയം മുതൽ ഉടനെ തന്നെ ഞങ്ങൾ അവിടെ ചെല്ലുകയും തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തപ്പോൾ സജീവമായിട്ട് ഈ ജോജോ എന്ന് പറയുന്ന ഈ പ്രതി നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് ഏകദേശം അറിയാവുന്നത് കൊണ്ട് നമ്മൾ അവനോട് ചോദിച്ചു, കുട്ടി നീ എങ്ങനെ നിൻ്റെ കൂടെ വന്നിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ കൂടെ ആ പാടത്തിൻ്റെ അവിടം വരെ വന്നിട്ട് ഞാൻ തിരിച്ചു വിട്ടു എന്ന് പറയുന്നു. എന്നിട്ട് സജീവമായിട്ട് അവൻ നമ്മുടെ ഒപ്പം തന്നെ, നമ്മൾ പലതും അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് തിരയാനായിട്ട് നമ്മുടെ ഒപ്പം വരികയാണ്. യാതൊരുവിധ ഒരു മുഖത്തൊരു ടെൻഷനോ ഒന്നും തന്നെ കാണുന്നില്ല. പക്ഷെ അപ്പോൾ പോലും നമ്മളിൽ നിന്ന് മാറി നടക്കാൻ അവൻ നമ്മുടെ ഡയറക്ഷൻ മാറ്റിവിടാനുള്ളൊരു ശ്രമം അവൻ്റെ ഭാഗത്തുനിന്ന് നമുക്കത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാളയിലെ മറ്റേ SI സുരേഷ് സാറ് ആ ടീമാണ് അപ്പോൾ വന്നത്. നമ്മൾ ഉടനെ വിളിച്ചറിയിച്ചതെന്ന് വെച്ചാൽ ഉടനെ തന്നെ വരികയും ചെയ്തിരുന്നു. അപ്പോൾ സാറിനോട് നമ്മൾ ഈ സംശയം പറഞ്ഞു, ഇവനെ ആളത്ര വെടുപ്പല്ലാത്തത് കൊണ്ട് ഇവനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള രീതിയിലാണ് കണ്ടത്. പക്ഷെ നമുക്ക് CCTV ദൃശ്യങ്ങളിൽ കിട്ടിയ ഒരു 6:08
ഇവൻ്റെ കൂടെ ആ കുട്ടി അങ്ങോട്ട് പാസ് ചെയ്യുന്ന നമുക്ക് കാണുന്നത്. പിന്നീട് തിരിച്ച് ആ കുട്ടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നെ ഇവൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആളൊരു നല്ലൊരു ആചാനബാഹു എന്നൊക്കെ പറയുന്ന മാതിരി തന്നെയുള്ള ആളാണ്. 18 വയസ്സായ കൂടെ ഒരു നല്ലൊരു ആരോഗ്യമുള്ള ദൃഢഗാത്രനായിട്ടുള്ള ഒരു പയ്യനാണ് അവൻ. പിന്നെ ഞാൻ ചോദിച്ചു അപ്പോൾ അവനോട്, നീ കുട്ടിയെ എങ്ങോട്ടാ നിൻ്റെ കൂടെ വന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ സ്പോട്ട് കാണിച്ചത് ഇവിടം വരെ വന്നു, എന്നിട്ട് ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ തിരിച്ചിങ്ങോട്ട് പോന്നു എന്ന് പറഞ്ഞു. പിന്നീട് അടുത്തുള്ളൊരു കുട്ടി പറയുന്നു ജാതിയുടെ അവിടെ നിന്ന് ഇങ്ങനെ ചാടി വരുന്നത് കണ്ടെന്ന്. അപ്പം നമുക്ക് ആ ടൈം വെച്ച് നോക്കുമ്പോൾ 6:08-നാണ് ഇവർ രണ്ടുപേരും പോകുന്നതായിട്ട് കാണുന്നത്. തിരിച്ച് ആ കുട്ടിയും കൂടെ വന്നിട്ടില്ല. അപ്പം നമ്മൾ ഒന്നുറപ്പിച്ചു ഇവൻ്റെ കൂടെ തന്നെയാണ് ആ കുട്ടി പോയിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പം മെമ്പർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ കൊല്ലുകയാണ്. ഓക്കെ, അതൊരു കുട്ടിയെ ആവാം, ഒരു സ്ത്രീയെ ആവാം, അല്ലെങ്കിൽ ഒരു പുരുഷനെ ആവാം, ഒരു സ്ത്രീ പുരുഷനെ ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കുട്ടിയെ ആവാം. ഒക്കെ വളരെ മോശമായ രീതിയിൽ കൊല്ലാന്ന് വെച്ചാൽ, അപ്പോൾ ഈ കേസിൽ തന്നെ ഈ പ്രതിയായവന് ഒരു തരത്തിലുള്ള കൂസലും ഇല്ല. ഓക്കെ, പോലീസുകാർ തെളിവെടുപ്പിനും കൊണ്ടുവന്ന സമയത്ത് ഇവൻ പോലീസുകാരോട് സംസാരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ചാമ്പയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നു, അവനവിടെ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് എന്ത് ചെയ്തു? പൊതറിയിട്ട് എനിക്ക് ഇതിന് ദേഷ്യം കയറിയപ്പോ ഞാൻ നേരെ തട്ടിട്ടു. എന്നിട്ട് കയറി വന്നു, പിന്നെ വീണ്ടും കയറി വന്നു. എന്നിട്ട് പിന്നെയും തട്ടിയിട്ടു, പിന്നെയും കയറി വന്നു, പിന്നെയും തട്ടിയിട്ടു. എന്നിട്ട് ഞാൻ പോയി. അല്ല, തട്ടിട്ട് പിന്നെ അവനെന്താ ചെയ്തത്? അവനവിടെ കിടന്ന് അവൻ താന്നു പോയാ? അപ്പൊ നീ എന്ത് ചെയ്തു? താന്നു പോയിപ്പോ ഞാൻ കണ്ടു പോയി. അപ്പൊ അവനെ കൊല്ലാൻ വേണ്ടി 3 പ്രാവശ്യം ഉന്തിട്ടതല്ലേ? തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്ത് ഈ പ്രതി സംസാരിച്ചു ഒരു കുറ്റബോധം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇത്തിരിയെങ്കിലും ഒരു പേടി എന്തെങ്കിലും ഒന്നും അവൻ്റെ മുഖത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പോലീസുകാർ ഫുൾ പോലീസ് പ്രൊട്ടക്ഷനിലാണ് അവനെ കൊണ്ടുവന്നു, അവിടെ കൊണ്ടുപോയി നാട്ടുകാരിൽ നിന്നൊക്കെ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോൾ പോലീസുകാരോട് നാട്ടുകാർക്ക് ഒരു ദേഷ്യം തോന്നുകയാണ്. ഇവൻ അവിടെ വന്ന് നിന്നിട്ട് ഇത് വിവരിക്കുന്നതന്നെ നിങ്ങൾ കേൾക്കുക. ആ കുട്ടി ജീവനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കയറി, അതിനെ വീണ്ടും ചവിട്ടി താത്താണ് ഈ മറ്റേ മോൻ കാണിച്ചിട്ടുള്ളത്. നിയമം കയ്യിലെടുക്കരുത്, നിയമത്തിൻ്റെ വഴിക്ക് നിയമത്തിന് വിട്ടുകൊടുക്കണം. ഇവനെ ഇനി അവിടെ ജയിലിൽ ചെല്ലുന്ന സമയത്ത് സഹതടവുകാർ ഇവനെടുത്തിട്ട് അടിക്കും, ഇവന് കൊടുക്കാനുള്ള കൊടുക്കും. അതൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ സ്ഥിരം നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത് മതിയോ? ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇവനെ പൊതുജനം കൈകാര്യം ചെയ്യണം, ഇവനെ പൊതുജനത്തിന് വിട്ടുകൊടുക്കണം. ഇമ്മാതിരി പരിപാടി ഇനി ആരും കാണിക്കാത്ത രീതിയിൽ നാട്ടുകാർ ഇവന് വേണ്ട പണി വെച്ചു കൊടുത്താൽ അത് മാതൃകയാവുന്ന. ഞാനിപ്പോൾ ഈ വീഡിയോ പറഞ്ഞ എന്താ ഇഷ്യൂ അറിയോ? ഇവന് വേണ്ടി ഹ്യൂമൻ റൈറ്റ്സ് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം വരും. പ്രതിക്ക് മനുഷ്യാവകാശം ഉണ്ട് എന്ന് പറഞ്ഞ് സംസാരിച്ച് കുറേ എണ്ണങ്ങൾ വരും. ഇവിടെ 6 വയസ്സായ കുട്ടി, മരിച്ചു പോകുന്നവർക്ക് ഈ അവകാശമൊന്നുമില്ലേ? ജീവിക്കാനുള്ള അവകാശമൊന്നുമില്ലേ? ഇവനെപ്പോലുള്ള ഈ പറഞ്ഞ എന്താ പറയുക, ഈ കൊലപാതകികൾക്കാണോ മനുഷ്യാവകാശം ഉള്ളത്? എന്ത് അവകാശമാണ് ഇവർക്കുള്ളത്? ഇവർക്ക് ഒരു പുണ്ണാങ്കട്ടി ഇവർക്കില്ല. ഇവിടെയൊക്കെയാണ് കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചൊരു വാർത്തയായിരിക്കും, മഞ്ചേരിയിലെ ശങ്കരനാരായണൻ മകളെ കൊന്ന ആളെ സ്കെച്ച് ചെയ്ത് വരച്ച് തീർത്ത് കളഞ്ഞ അച്ഛൻ. ഈ അച്ഛൻ ഹീറോ ആവുന്നത് ഇവിടെയാണ്. മകളെ ബലാത്സംഗം ചെയ്തു കൊന്ന പ്രതിയെ വകവരുത്തിയ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ശങ്കരനാരായണൻ ഇനി ഓർമ്മ. 2001 മഞ്ചേരിയിൽ കൊല്ലപ്പെട്ട കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ അന്തരിച്ചു. മഞ്ചേരിയിലെ വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 13 വയസ്സ് മാത്രമുണ്ടായിരുന്ന ഒരു കുഞ്ഞായിരുന്നു കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയയുടെ അയൽവാസിയായ മുഹമ്മദ് കോയ പലപ്പോഴും അവരുടെ വീട്ടിലെ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ വരികയായിരുന്നു. അപ്പോൾ വീട്ടിലെ മുതിർന്ന അച്ചമ്മ, അതായത് കൃഷ്ണപ്രിയയുടെ അച്ചമ്മ വിലക്കുകയായിരുന്നു, ഇദ്ദേഹം ഈ മുഹമ്മദ് കോയ ശരിയല്ല എന്ന്. പക്ഷെ അപ്പോഴൊക്കെ ഈ വെള്ളം കോരി കൊടുത്തിരുന്നതും വെള്ളം അകത്ത് നിന്ന് കുടിക്കാനായി കൊടുത്തിരുന്നതൊക്കെ ഈ കൃഷ്ണപ്രിയായിരുന്നു. ആ കുഞ്ഞിനെയാണ് സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് ഈ മുഹമ്മദ് കോയ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. ആ അച്ഛൻ്റെ മനസ്സിലെ മുറിവ് ഒരിക്കലും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് മുതൽ ആ അച്ഛൻ തൻ്റെ താടിയും മുടിയും നീട്ടി വളർത്തിയിരുന്നു. ഒരുപക്ഷെ ഒരു തോക്ക് പോലും അദ്ദേഹം കയ്യിൽ കരുതിയിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തൊട്ടടുത്ത വർഷം 2002 ജൂലൈ മാസത്തിൽ ഈ മുഹമ്മദ് കോയയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. സ്വാഭാവികമായിട്ടും ഈ പ്രതി താനാണെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ശങ്കരനാരായണൻ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. തുടർന്ന് മഞ്ചേരി കോടതി ശങ്കരനാരായണനെ ശിക്ഷിച്ചു. പക്ഷേ പിന്നീട് ഹൈക്കോടതിയിൽ എത്തിക്കുമ്പോഴേക്കും അതിന് നിയമത്തിനൊരു പഴുതുണ്ടായിരുന്നു. മാത്രവുമല്ല, ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ
മനസ്സിനെ പിടിച്ചുലക്കുന്ന ഒരു സംഭവമായിരുന്നു. അതായത് 13-കാരിയായ ഒരു മകൾ, ആ മകൾ പോയതിനു ശേഷം ആ മകളെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം ഈ അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൾ ഉറങ്ങിയിരുന്ന കിടക്കയിൽ മണിക്കൂറുകളോളം ഇരുന്ന് മാസങ്ങളോളം കരഞ്ഞതിന് ശേഷമാണ് അയാൾ ആ തീരുമാനത്തിലെത്തിയത് ഇയാളെ കൊല്ലുക എന്നുള്ളത്. പക്ഷേ പിന്നീട് കോടതി അതിലെ നിസ്സഹായത തിരിച്ചറിഞ്ഞു. കോടതി അതിലെ കൃത്യമായിട്ടും, പ്രത്യേകിച്ച് ഒരു പ്രതിക്ക്, ഇത്രയും ക്രിമിനലായ ഒരു പ്രതിക്ക് സ്വാഭാവികമായിട്ടും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാകാം എന്നുള്ള അടക്കമുള്ള പഴുതുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത്. ശങ്കരനാരായണൻ്റെ പേര് നമ്മുടെ ഈ മനുഷ്യൻ്റെ ഓർമ്മയിൽ ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ നിസ്സഹായരായി കൊല്ലപ്പെട്ടു പോകുന്ന, നിലവിളി മാത്രം ബാക്കിയാവുന്ന കുഞ്ഞുങ്ങളുടെ ഓർമ്മയിൽ, അല്ലെങ്കിൽ അവരുടെ ഓർമ്മയ്ക്കായി എന്നും ശങ്കരനാരായണൻ്റെ പേര് മലയാളിയുടെ ഇതേപോലുള്ള ശങ്കരനാരായണന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി വെക്കുന്നത് ഇവിടുത്തെ നിയമമാണ്. കാരണം കൊല്ലണോ ഒന്നടിക്കാണ് കൊല്ലും, പെട്ടെന്നാണ് കൊന്നു തീർക്കും. ആ കൊല്ലുന്നവൻ പിന്നെ എത്ര വർഷം കഴിഞ്ഞ്, ഇപ്പം പലരും പറയും ജയിലിനകത്ത്, ഇപ്പം ഞാൻ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പലരും പറയാറുണ്ട്, കൊന്നു കളഞ്ഞവൻ അതിനുള്ള ശിക്ഷ നരകിച്ച് അനുഭവിക്കുമ്പോഴല്ലേ അതൊരു നരകയാതനയാവുന്നത്. എന്ത് നരകയാതന? ഇപ്പോഴത്തെ ജയിലിൻ്റെയൊക്കെ ഫെസിലിറ്റി എന്താ, ജയിലിൻ്റെയൊക്കെ അവസ്ഥ എന്താ? പിന്നെ ഈ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളുകൾക്ക് അവർക്ക് കൃത്യമായിട്ട് ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ജയിലിൽ പോയി കിടന്നാലും കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അവകാശം, ക്രിമിനലിൻ്റെ അവകാശം പുറത്തിറങ്ങാൻ പറ്റും. പുറത്തിറക്കാൻ ആളുകൾ കാണും. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അവനെന്താണ്, അവൻ്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയി അവൻ സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ചിട്ട് പോകും. മരിച്ചു പോയ ആ ഒരു വ്യക്തി, ആ കുട്ടി, അതിൻ്റെ കുടുംബം, അവർ വേണ്ടേ അനുഭവിക്കാൻ? അവരെ മുന്നിൽ വീണ്ടും ഇവൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ 6 വയസ്സായ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അവർ ഇനിയും ജീവിക്കാണ്ട് ഈ വേദനയിൽ. അവർ ഈ നാട്ടിൽ വീണ്ടും അധ്വാനിക്കും, ഒരു മനുഷ്യൻ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം കഴിയുമ്പോൾ ഇനി എത്രയൊക്കെയാണെങ്കിലും പെയിന് കാണും, ബട്ട് സ്റ്റിൽ അവർക്ക് ജീവിക്കാനുള്ളതുകൊണ്ട് അവർ ജീവിക്കും. അവരധ്വാനിക്കുന്ന പങ്കിലൊരു വിഹിതം ഈ ജയിലിൽ കടന്നിട്ട് ഇവനെ തീറ്റിപ്പോറ്റാൻ വേണ്ടി വീണ്ടും കൊടുക്കുന്നു എന്നുള്ളൊരു കുറ്റബോധം അച്ഛൻ്റെയും അമ്മേൻ്റെയും മനസ്സിനകത്ത് കാണില്ലേ? ഈ നാറി ഇനി ഇതിൻ്റെ അകത്ത് തിന്നു കുടിച്ച് ഇനി ഇവൻ ജീവിക്കില്ലേ? അപ്പോൾ ഇവിടുത്തെ നിയമം ആവണം, നിയമം പാലിക്കണം. നിയമം എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ആരും കയ്യിലെടുക്കാൻ പാടില്ല. നമ്മൾ നിയമത്തിന് വിധേയമായിട്ട് തന്നെ ജീവിക്കണം. നിയമത്തിൻ്റെ വഴിക്ക് നിയമത്തിൽ എന്താ വെച്ചെങ്കിൽ ചെയ്യട്ടെ എന്നുള്ളത്. പക്ഷെ ആ നിയമം പെട്ടെന്ന് നടപ്പാക്കേണ്ട നിയമം. ഇപ്പോൾ ഈ കൊന്നു കളഞ്ഞ ഇവനെ നാളെ തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി പറയാം, ഇവന് വേണ്ടി വാദിക്കാൻ ഒരു 100 നാവുകൾ വരും. 100 അല്ല, ഒരു 1000 നാവുകൾ ഉണ്ടാവും പ്രതിക്ക് വേണ്ടി. അവൻ്റെ മനുഷ്യാവകാശം, തേങ്ങാ കൊല്ലാൻ അങ്ങനെ മൂടെന്ന് പറഞ്ഞിട്ട് കുറേ നാറികളിറങ്ങും, കുറേ എണ്ണങ്ങളുണ്ടാവും. കാരണം എന്താ? അവർക്കല്ല നഷ്ടം സംഭവിച്ചത് അച്ഛനും അമ്മയ്ക്ക് മാത്രമാണ്. നാളെ നമ്മളെ കുടുംബത്തിൽ പറ്റുമ്പോഴേ നമുക്ക് ആ ഒരു വേദനയും വിഷമം മനസ്സിലാവുള്ളൂ. പോലീസുകാരും നിസ്സഹായരാണ്. അവർ പ്രതിനെ പ്രൊട്ടക്ട് ചെയ്ത് കൊടുക്കും. നാളെ ഈ പ്രതിനെ അവർ ഇങ്ങനെ തെളിവെടുപ്പിനും കൊണ്ടുവന്ന് നാട്ടുകാർ കൈ വെച്ച് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസുകാർ ഉത്തരം പറയേണ്ട അവസ്ഥ. കാരണം നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണല്ലോ. അല്ലേ? പിന്നെ പോലീസിലൊക്കെ നല്ല അടിച്ച് എൻകൗണ്ടർ ചെയ്യാൻ ബാടാ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഹീറോയ്ക്ക് ഇമേജൊക്കെ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ വേണം. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും ശങ്കരനാരായണനെ പോലുള്ളവരെ ആലോചിച്ച് പോകുന്നതും അവർ ഹീറോ ആവുന്നതും ഇങ്ങനത്തെയൊക്കെ നക്കികൾ നമ്മളെ മുന്നിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, നിയമത്തിനൊന്നും ഒരു വിശ്വാസമില്ല, നിയമത്തിനൊരു പേടിയും ഭയമില്ലാതെ ഉമ്മാരിങ്ങനെ മുന്നിൽ കൂടി പോകുമ്പോഴാണ് നമുക്കൊക്കെ അങ്ങനെ പോലുള്ള ആളുകൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഹീറോയ്ക്കാവുന്നത്. അവിടേക്കാണ് അവർക്കൊക്കെ ഒരു ഹീറോ എന്നുള്ളൊരു പരിവേഷം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എത്രയോ ലക്ഷം രൂപ ചിലവാക്കുന്നു സർക്കാർ. എത്ര കോടി രൂപ എന്തിനൊക്കെയോ ചിലവാക്കുന്നുണ്ട്. ഒരു ക്രിമിനൽ കേസിന്, ഓക്കെ, അതൊരു മേജർ ക്രിമിനൽ കേസിന് അകത്തായ ഒരുത്തൻ, ഓക്കെ, എന്തെങ്കിലും കേസിൽ ജയിലിനകത്തായുള്ള ഒരാൾക്ക് ഒരു ചിപ്പ് മേടിച്ച് മേത്തിട്ട് കൊടുക്കുക. സിമ്പിൾ പരിപാടി, ചിപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അവരെ മോണിറ്റർ ചെയ്യുക. ചിപ്പ് അവരെ ദേഹത്തുനിന്ന് പോയാൽ അപ്പം അവരെ പിടിച്ച് വീണ്ടും ആകത്തില്ല. ചിപ്പ് അവിടെ തന്നെ കിടക്കണം. അവരെവിടെ പോകുന്നു, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുക, ഫുൾ കംപ്ലീറ്റ്ലി മോണിറ്ററിങ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന മോണിറ്ററിങ് എന്താ? ഒരു പ്രതിയോട് ഇങ്ങനെ ആഴ്ചയ്ക്ക് മാസത്തിൽ ഒന്ന് ഒപ്പിട്ട് പോകാൻ പറയും. ഈ ഒപ്പിടലാണ് ഇവിടുത്തെ മോണിറ്ററിങ്. അതാണ് ഇവിടുത്തെ മോണിറ്ററിങ് സിസ്റ്റം. ഒരു പ്രതിയെ മോണിറ്റർ ചെയ്യാൻ പോലീസുകാർക്കുള്ള സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭാരതത്തിൽ ഇപ്പോഴും ഞാൻ പോയി ഒപ്പിട്ടെടുക്കാം. മാസം ആഴ്ചയ്ക്ക് പോയിട്ട് ചെയ്ത പ്രവർത്തിക്ക് അനുസരിച്ച് ഒപ്പിട്ട് കൊടുത്ത് പോരുക. അല്ല, എത്രയോ പൈസ ചിലവാക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പരനാറികളെ ട്രാക്ക് ചെയ്യാൻ. ഞാൻ പറയുമ്പോൾ എന്താ അറിയോ, എൻ്റെ വീട്ടിലെ ഡോഗ്സിനൊക്കെ ചിപ്പടിച്ച് കൊടുക്കാറുണ്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. GPS സാധനം എല്ലായിടത്തും ഉണ്ടല്ലോ, വണ്ടി ട്രാക്ക് ചെയ്യും, എല്ലാ പരിപാടികളും ഉണ്ട്. ട്രാക്ക് ചെയ്യട്ടെ. ക്രിമിനൽസിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബ്രാഞ്ചും കുറച്ച് ചിപ്പൊക്കെ ആയിട്ട് ഇറങ്ങി നോക്കട്ടെ.
അപ്പോൾ ഇതിനൊക്കെ ഒരു കുറവ് വരും. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചേ പറ്റൂ. പിന്നെ ഇനി ഏത് നാട്ടിൽ എവിടെയാണെങ്കിലും ഞാൻ പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മളെന്താണ് നമ്മളെ വീട്ടിൽ CCTV ക്യാമറ മസ്റ്റാക്കണം. അല്ലാതെ ഇവിടുത്തെ നിയമത്തിലും ഇവിടുത്തെ പോലീസുകാരെ വിശ്വസിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. നമ്മൾ ഒരു CCTV ക്യാമറ വെച്ചിട്ട് നമുക്കും സേഫ്റ്റി, നമ്മളെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് അറിയാൻ ബാക്കിയുള്ളവർക്കൊക്കെ അതൊരു ഉപകാരപ്പെടും എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇവിടെ എല്ലാത്തിനും മുകളിൽ ഇപ്പോൾ CCTV ആണ്. CCTV ഫുട്ടേജുകളിൽ നിന്നാണ് പല കാര്യങ്ങളും വ്യക്തത വരുന്നതും ക്ലാരിറ്റി കിട്ടുന്നതും പലതിനും തുമ്പുണ്ടാവുന്നതും. പിന്നെ കുട്ടികളുള്ള അച്ഛനമ്മമാരോട്, ആൺകുട്ടികളോ പെൺകുട്ടികളോ ഏതുള്ള അച്ഛനമ്മമാരോടാണ് പറയാനുള്ളത്, വല്ല കത്തിയോ ബോംബോ തോക്കൊക്കെ ആയിട്ട് നടക്കേണ്ട ഒരു ഈ സൊസൈറ്റിക്കകത്ത്. കാരണം നമ്മളെ കുട്ടികളെ രക്ഷിക്കാൻ നമ്മളേ ഉള്ളൂ, അല്ല വേറെ ആരുമില്ല. നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മുടെ നഷ്ടമാണ്. സംഭവിക്കാതിരിക്കുക എന്നുള്ള ശ്രദ്ധിക്കേണ്ട നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ നാളെന്താണെന്ന് അറിയോ, ഇതേപോലെ ഒരു സൂപ്പർ ഹീറോ വാരിയേഴ്സ് ആവേണ്ടിയിരുന്നു നമ്മളൊക്കെ. അല്ല വേറെ വഴിയിലടേ. ആരെ വിശ്വസിക്കും ഇവിടെ നാട്ടിൽ? എന്ത് വിശ്വസിച്ച് ജീവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ഇമാതിരി ഓരോ പറയുന്നത് കണ്ടന്റ് ചെയ്യുമ്പോഴേ ദേഷ്യം. എനിക്ക് വായ ഫുള്ള് തെറിയേ വരുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ കയറിപ്പോകുന്നതുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത്. ഈ സത്യത്തിൽ എനിക്ക് അതാണ് വന്നുകൊണ്ടിരിക്കുക. കാരണം എനിക്കറിയാം ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രതിയല്ലേ, പ്രതിക്ക് വേണ്ടി മനുഷ്യാവകാശം, തേങ്ങ കൊല ചേനന് മൂടും, അങ്ങനത്തെ മറ്റേ വർത്തമാനം പറഞ്ഞു വരുന്നവരോടൊക്കെ ഒന്നും പറയാല്ല, തിരികെ നടന്നു.